ഇപ്പോൾ ഇവിടെ കൺസീലിംഗ് വർക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബെഡ്റൂമിൻ്റെ അകത്ത് എത്രയൊക്കെ പോയിന്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊരു ബെഡ്റൂമാണ്. സാധാരണ ഒരു നോർമലായിട്ടൊരു ബെഡ്റൂമിൻ്റെ അകത്ത് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഡോറ് കയറി അകത്തോട്ട് ചെല്ലുമ്പം തന്നെ മെയിൻ സ്വിച്ച് ബോർഡാണ് വരുന്നത്. അത് 8 മൊഡ്യൂളാണ് വെച്ചേക്കുന്നത്. നമ്മൾ അഡാപ്റ്റർ നല്ലതായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് വരെ സിമെൻറ്റ് ഇട്ട് സെറ്റ് ചെയ്തിട്ട് പോളിത്തീൻ പൈപ്പാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നീളം അങ്ങനെ കാണിക്കുന്നത്. ബോക്സ് സെറ്റായതിനു ശേഷം മെയിൻ കട്ട് ചെയ്ത് വേണം. അതേപോലെ ഈ സൈഡിലൊരു ലൈറ്റ്, അതേപോലെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ലൈറ്റ്, അതേപോലെ ടോപ്പിൽ ഫാന്. അപ്പോൾ 2 ലൈറ്റ് പോയിൻറ്റും ഒരു ഫാൻ പോയിൻറ്റുമാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അകത്ത് വരുന്നത്. അതേപോലെ എ സിയുടെ പോയിൻറ്റ് നമ്മൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ബെഡ് സ്വിച്ചും കൊടുത്ത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് എ സിയുടെ സ്വിച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ 2 മൊഡ്യൂൾ വെച്ച് DP സ്വിച്ചാണ് കൊടുക്കുന്നത്. അതേപോലെ ഔട്ട് സൈഡിലും ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായാലും വലുതായാലും വീട് കൺസീലിംഗ് ചെയ്യുന്ന സമയത്ത് 2 ബോക്സിൻ്റെയും കുറച്ച് പൈപ്പിൻ്റെയും ആവശ്യതയുള്ളൂ. എ സി പോയിൻറ്റ് മസ്റ്റായിട്ട് ഇട്ടേക്കണം. ഇന്നല്ല നാളെ ആണെങ്കിൽ പോലും നമുക്കത് ഉപയോഗം വരും. ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഭിത്തി കിഴിച്ചൊക്കെ വെക്കേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ വേണം ഉൾപ്പെടുത്താൻ.